നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷത്തോടൊപ്പം നടന്ന പ്രീ പ്രൈമറി കലോത്സവവും കുരുന്നുകൾക്ക് ആവേശമായി. ഇക്കോ ബ്രിക്കുകളുടെ സൗന്ദര്യ വലയത്തിൽ സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിന് പുത്തനഴക്. ഊരകം CMS UP സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടമാണ് ഇക്കോ ബ്രിക്കുകളാൽ മനോഹരമായത്. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷത്തോടൊപ്പം നടന്ന പ്രീ പ്രൈമറി കലോത്സവവും കുരുന്നുകൾക്ക് ആവേശമായി. യുവസാഹിത്യകാരൻ R. രൂപേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിന്റെ ജന്മദിനമായാണ് നവംബർ 14 ശിശുദിനം നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റില്ല? എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ ദിനം ശിശുദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? നെഹ്റുവിന്റെ ജന്മദിനം നെഹ്റുവിന് കുട്ടികളോടുള്ള സ്നേഹവും കരുതലും തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം. വിദ്യാസമ്പന്നനായ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഉന്നമനത്തിന് ഏറ്റവും വലിയ ആഭികാമ്യം എന്നാണ് നെഹ്റു പറയുന്നത്. നെഹ്റുവിനെ പറ്റി പറയാനാണെങ്കിൽ എഴുത്തുകാരനും പ്രാസംഗികനും അങ്ങനെ ധാരാളം കുറെ കാര്യങ്ങൾ നെഹ്റുവിനെ പറ്റി പറയാനുണ്ട്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച സമരന്മാരിൽ ഒരാളും കൂടിയായിരുന്നു നെഹ്റു. അതുപോലെ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയ ശ്രദ്ധേയമായ ധാരാളം പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. PTA പ്രസിഡന്റ് NN വിജയൻ അധ്യക്ഷനായി. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഈ ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ചിന്തകനായിരുന്നു നെഹ്റു എന്ന് നമുക്കും, അതേപോലെ തന്നെ സാഹിത്യകാരനാണ്, ഒരു വലിയ നയതന്ത്ര ചിന്തകനുമാണ്. അങ്ങനെ കുട്ടികളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു മുൻ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കാര്യം മനസ്സിലായിട്ടുള്ളത്. എൻ്റെ മക്കളെ നമ്മൾ ആ ഭാഗ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ആളുടെ ജന്മസ്ഥലം നമ്മളെ ഇവിടെ അസംബ്ലിയിൽ നമ്മളെ സൂചിപ്പിച്ചു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ആ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യ ഒട്ടും ഇപ്പോൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനാധ്യാപിക ഗീത, SMC ചെയർമാൻ AC ബിജേഷ്, MPTA പ്രസിഡന്റ് സുകന്യ, അധ്യാപിക ഷീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇക്കോ ബ്രിക്കുകളുടെ സൗന്ദര്യ വലയത്തിൽ സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിന് പുത്തനഴക്. ഊരകം CMS UP സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടമാണ് ഇക്കോ ബ്രിക്കുകളാൽ മനോഹരമായത്. വിവിധ ആവശ്യങ്ങളുടെ ഭാഗമായി വീടുകളിൽ സംഭരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ, ഇവയിൽ തന്നെ വ്യത്യസ്ത തരം പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്. ഇവയുടെ എല്ലാം നിർമ്മാർജ്ജനത്തിലൂടെ പ്രകൃതി സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ഇക്കോ ബ്രിക്സുകൾ ഒരുക്കിയത്. രക്ഷിതാക്കളുടെ സഹായത്താൽ കുട്ടികൾ തന്നെ ഇതിനകം തയ്യാറാക്കിയത് 600 ഇക്കോ ബ്രിക്സുകളാണ്. ഇക്കോ ബ്രിക്സുകൾ സ്കൂൾ മുറ്റത്തെ മരത്തിനു ചുറ്റുമായി നിരത്തി ഇരിപ്പിടം നിർമ്മിച്ചായിരുന്നു തുടക്കം. ഇക്കോ ബ്രിക്സുകളാൽ ഒരുക്കിയ ഇരിപ്പിടം പൂന്തോട്ടത്തിന് കൂടുതൽ ദൃശ്യഭംഗിയേകി. ഊരകം സ്വദേശിനിയായ വനമിത്രം അവാർഡ് ജേതാവ് ശീബ രാധാകൃഷ്ണൻ പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ പുറകിൽ കാണുന്നത് ഇത് എക്കോ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു തറയാണ്. അപ്പോൾ എന്താ എക്കോ ബ്രിക്സ് എന്ന ചിന്ത വരുന്നുണ്ടാവും അല്ലേ? അതായത് പ്ലാസ്റ്റിക് ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ്. അപ്പോൾ നമ്മളുടെ വീടിലും പരിസരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കിനെ ഇപ്പോൾ നമ്മൾ കഴുകി പഞ്ചായത്തിൽ കൊടുക്കുന്നു. അതിനപ്പുറം ഈ കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ ഒരു ശീലം വളർത്തേണ്ടതായുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയേണ്ടതല്ല, അതെല്ലാം എടുത്ത് എങ്ങനെ ഭൂമിയെ
പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ എക്കോ ബ്രിക്സ് ഉണ്ടാക്കാനായിട്ട് കുട്ടികളോട് പറഞ്ഞിരുന്നു, ടീച്ചറും പറയുന്നു. പക്ഷേ വളരെ വിപുലമായൊരു പ്രവർത്തനം തന്നെ ടീച്ചറും കുട്ടികളോട് കാഴ്ചവെച്ചേക്കാണ്. ഇതാണ് എക്കോ ബ്രിക്സ്. ഇത് കഴിച്ചതായി മിഠായി ആയാലും വീട്ടിൽ വരുന്ന മുളകുപൊടി മഞ്ഞൾ എന്ത് തന്നെ പ്ലാസ്റ്റിക് ആയാലും വെട്ടി നുറുക്കി ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്ന ശീലം വിട്ട് കുട്ടികൾ പ്ലാസ്റ്റിക് കുപ്പി കളക്ട് ചെയ്ത് അതിൽ പ്ലാസ്റ്റിക് നിറച്ചുകൊണ്ട് ഇതുകൊണ്ടൊരു തറ പണിതീർക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലും വേറെ ഒരു സ്കൂളിലും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ സി വോഗീസ്, സ്കൂൾ ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ TJ ജിസ്ന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ 600 ഇക്കോ ബ്രിക്സുകൾ, ഇവയെല്ലാം അധ്യാപകരുടെ സഹായത്താലാണ് പൂന്തോട്ടത്തിൽ ക്രമീകരിച്ചത്. ഒരു ഇക്കോ ബ്രിക്കിൽ 250 ഗ്രാം പ്ലാസ്റ്റിക്കാണ് നിറച്ചത്. ഇതുവഴി 25 കിലോ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ സ്കൂളിന് കഴിഞ്ഞത് വലിയ നേട്ടമാണ്. ഇക്കോ ബ്രിക്സ് ഇരിപ്പിടം സജ്ജീകരിക്കാൻ സഹായിയായത് രക്ഷിതാക്കളിൽ ഒരാളായ കൃഷ്ണപ്രിയയാണ്. ഈ വർഷം നാഷണൽ സ്റ്റുഡൻസ് പരിവാരൻ മത്സരത്തിൽ കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂളിനായി. ഇതിലൂടെ തൃശൂർ ജില്ലയിൽ NSPC അവാർഡും ഊരകം CMS LP സ്കൂളിന് സ്വന്തമായി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സ്കൂൾ കൂടുതൽ മുന്നേറുകയാണ്. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. കടുപ്പശ്ശേരി ആനകുത്തി ക്ഷേത്രത്തിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. കണ്ണിക്കര ഭാഗത്തു നിന്ന് വന്ന കാറും എതിരെ വന്നിരുന്ന ഓട്ടോയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇരിങ്ങാലക്കുട ആസാദ് റോഡ് സ്വദേശി ചെമ്പോത്ത് വീട്ടിൽ അബ്ദുൽ സലീം ഓടിച്ചിരുന്ന ഓട്ടോയുമായാണ് കാർ കൂട്ടിയിടിച്ചത്. അവിട്ടത്തൂർ LB SM ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപികയാണ് പരിക്കേറ്റ വിബി. അപകടത്തിൽ കാറിലെ എയർ ബാഗുകൾ പുറത്തു വന്നതിനാൽ കാർ ഓടിച്ചിരുന്ന അധ്യാപിക ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ അധ്യാപികയും ഓട്ടോ ഡ്രൈവറെയും ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി തദ്ദേശ പോരിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നാട് തിരഞ്ഞെടുപ്പ് പോരിലേക്ക്. വാശിയേറുന്ന മത്സരത്തിനാണ് ചേർപ്പ് പഞ്ചായത്ത് ഇത്തവണ ഒരുങ്ങുന്നത്. നേട്ടങ്ങളും കോട്ടങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് 3 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചേർപ്പ്, അവണിശ്ശേരി, വല്ലച്ചിറ, പാർളം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുപ്പ് പോരിലേക്ക് കടക്കുകയാണ്. ഇതിൽ തന്നെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രമാണ് ആദ്യമായി വിലയിരുത്തുന്നത്. 21 വാർഡുകളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിഭജന ശേഷം വാർഡുകളുടെ എണ്ണം 22ആയി. UDFന് 10, LDFന് 6, BJPക്ക് 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി നില. പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളിലൂടെ അതായത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ സീറ്റുകൾ നേടാനുമുള്ള സ്വന്തമാക്കാനുമുള്ള പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നീക്കത്തിലുമാണ് അതാത് മുന്നണികൾ. കാർഷിക ആരോഗ്യ മേഖലകളിലടക്കം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പറയുന്നു. സർക്കാരിൽ നിന്ന് കൃത്യമായ സമയങ്ങളിൽ ലഭിക്കേണ്ട ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ടായതായും ഇവർ പറയുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2020-25 ഭരണസമിതിയുടെ കാലയളവ് കഴിയുന്ന ഈ സമയത്ത് കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് പടിയിറങ്ങാൻ പോകുന്നത്. എല്ലാ മേഖലയിലും അനുവദിക്കുന്ന ഫണ്ടിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ കാർഷിക മേഖലയായാലും ആരോഗ്യ മേഖലയായാലും നമ്മുടെ റോഡ് വർക്ക്സ് ആയാലും കിട്ടുന്ന ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു വരുന്നുണ്ട്. പറയത്തക്ക നേട്ടങ്ങൾ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ അംഗനവാടികളും അതുപോലെ തന്നെ 35 അംഗനവാടികളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിലെ കെട്ടിടങ്ങളില്ലാത്ത അംഗനവാടികൾക്ക് കെട്ടിടവും ഭൂമിയില്ലാത്ത അംഗനവാടികൾക്ക് ഭൂമിയും കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളുടെ തുടക്കം തൊട്ടുള്ളൊരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാ അംഗനവാടികൾക്കും സ്ഥലം എന്നുള്ള ഒരു പൂർത്തീകരണത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നമ്മൾ ഫണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിൻ്റെ ഉപകരണങ്ങൾ പൂർണ്ണമായും എത്താത്തതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഈ ഫണ്ടോടുകൂടി നമ്മൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരുവുവിളക്ക് സമ്പൂർണ്ണമാകുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കും എത്തി നിൽക്കുകയാണ്.
ഫണ്ട് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഫണ്ടിൻ്റെ ഒരു ലഭ്യതക്കുറവ് എന്ന് വെച്ചാൽ സമയബന്ധിതമായിട്ട് ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് വർക്കുകൾ കഴിഞ്ഞിട്ടും ബില്ല് മാറാൻ കഴിയാത്ത സാഹചര്യം, അത് തൊട്ടടുത്ത വർഷത്തെ നമുക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്ന് അത് പിടിച്ചു പോകുന്നത് മൂലം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സ്പിൽ ഓവർ തുക സർക്കാർ നൽകാത്തതിനെ തുടർന്ന് വളരെയധികം ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് നമുക്ക് അനുഭവിച്ചു വരുന്നുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ പ്രദേശമാണ്, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. റോഡുകളൊക്കെ നമുക്ക് പുതിയ റോഡുകൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് എല്ലാ വാർഡുകളിലും റോഡുകൾ ഉണ്ടായിട്ട് പോലും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് മാത്രമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു ചേർപ്പ് മാർക്കറ്റ് എന്നുള്ളത്. മാർക്കറ്റിന് MLA സ്റ്റേറ്റ് വിഹിതത്തിൽ ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ച് 5 കോടി അനുവദിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് പിന്നെ അതിന് വേണ്ട ഫണ്ടുകളും കാര്യങ്ങളും വെക്കാതിരുന്നത്. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുമാണ് അതിന് വേണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി MLAയുടെ അധ്യക്ഷതയിൽ തന്നെ അതിൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തിയിരുന്നു. കുറച്ച് കറക്ഷനൊക്കെ MLA പറഞ്ഞതിനെ തുടർന്ന് അത് മാറ്റി തരുന്നതിന് വേണ്ടി വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചിരുന്നു. അതിന് ശേഷം സമ്പൂർണ്ണമായിട്ട് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും വ്യാപാരികളെയും ചേർത്തുകൊണ്ടുള്ളൊരു യോഗം നടത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയായിട്ടും അതിന് സാധിച്ചില്ല. പലതവണ MLAയുടെ ഡേറ്റ് അതിനു വേണ്ടി നമ്മൾ ചോദിച്ചിരുന്നു. ഫണ്ടിൻ്റെ സോഴ്സ് അതെവിടെ എത്തി നിൽക്കുന്നു എന്നത് ഉറപ്പുവരുത്തിയതിന് ശേഷം മീറ്റിങ്ങും കാര്യങ്ങളും കൂടാമെന്നാണ് MLA പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇനി അതിൻ്റെ മാർക്കറ്റിൻ്റെ പ്ലാനും കാര്യങ്ങളും എഞ്ചിനീയറിംഗ് കോളേജ് ഈ സമയം വരെയും സബ്മിറ്റ് ചെയ്യാത്തത്. അത് അപ്രൂവലായാൽ മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് നമ്മൾ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മഹാത്മാ മൈതാനത്തിന് 1 കോടി രൂപ ആണ് MLA ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പ്രവർത്തികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്താണ് AXCയുടെ നേതൃത്വത്തിലാണ്, നിർവഹണ ഉദ്യോഗസ്ഥ AXCയാണ്, ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയാണ്. 21 അംഗ ഭരണസമിതിയിൽ 10 അംഗങ്ങളാണ് UDFനുള്ളത്. ബാക്കി 11 അംഗങ്ങളും LDFൻ്റെയും BJPയുടെയും അംഗങ്ങളാണ്. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം തുടക്കം മുതൽ തന്നെ നമ്മൾ പദ്ധതി വെച്ച് മുന്നോട്ട് പോരുന്നത് തന്നെയാണ്. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനു വേണ്ടി ഫണ്ടും കാര്യങ്ങളും വെച്ച് മുന്നോട്ട് പോയിട്ടും ഈ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നത്തിൽ നമുക്ക് ഈ 2 കൂട്ടരും എതിർത്തതിനെ തുടർന്നാണ് ഇത്രയും നാളായിട്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കാതിരുന്നത്. കഴിഞ്ഞ വർഷം അതായത് 24 ലാസ്റ്റ് റിവിഷൻ സമയത്താണ് ഈ 2 കൂട്ടരും ഇത് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. ഈ അവസാന ഘട്ടത്തിൽ ഇത് സമ്മതിച്ച് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണോ സമ്മതിച്ചതെന്ന് ഈ സമയത്ത് സംശയിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. എത്രയായാലും അത് പൊതുജനങ്ങൾക്ക് നൽകേണ്ട തുറന്നു കൊടുക്കേണ്ട നല്ലൊരു അവസരമാണ്, സാഹചര്യമുണ്ട്. കാരണം അത്രയധികം പണം കൊടുത്തുകൊണ്ടാണ് മറ്റ് ഹാളുകളെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്നത്. തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു ഹാളായിട്ട് അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം അതും നമുക്ക് ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരു ഭൂരിപക്ഷമുള്ളൊരു ഭരണസമിതി ആയിരുന്നെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളൊക്കെ വളരെ നേരത്തെ തന്നെ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആരോഗ്യ മേഖലയെയും നമുക്ക് പരിപോഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഹെൽത്ത് സബ് സെൻ്ററുകളിലും ലാബ് സംവിധാനം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനി വരും. പുതിയ ഭരണസമിതി കയറി കഴിഞ്ഞാൽ തന്നെ തുടങ്ങാനായിട്ടുള്ള സംവിധാനങ്ങൾ വരെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഫണ്ടുകളുടെ ത്രിതല പഞ്ചായത്തിൻ്റെയും MLAയുടെയും ഒക്കെ ഫണ്ടുകളുടെ ലഭ്യതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത്. എന്നാൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടത്താൻ UDFന് കഴിയാത്തത് ഭരണ പരാജയമാണെന്ന് CPM പഞ്ചായത്ത് അംഗം KB പ്രജിത്ത് പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനേക്കാൾ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കമാണ് ചേർപ്പിന്റെ വികസനത്തിൽ പുറകോട്ടടിച്ചതെന്നും KB പ്രജിത്ത് ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഭരണമുന്നണി അമ്പേ പരാജയമാണെന്ന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഭരണമുന്നണി ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ തിലകക്കുറിയായ കമ്മ്യൂണിറ്റി ഹാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്, വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഇത് അറ്റകുറ്റപ്പണികൾ, മെയിൻ്റനൻസ് വർക്കുകൾ തീർത്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണമുന്നണിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ചന്ത മാർക്കറ്റ് നവീകരിക്കുന്നതിന് വേണ്ടി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദേട്ടൻ ഫണ്ട് വകയിരുത്തിയിട്ടും അതിനാവശ്യമായ പ്ലാനോ എസ്റ്റിമേറ്റോ തയ്യാറാക്കി കൊടുക്കുന്നതിന് ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള ഒരു പഞ്ചായത്താണത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളെ താമസിപ്പിക്കുന്നതിനുള്ള ഒരു ഷെൽട്ടർ ഹോം പണിയുന്നതിന് പോലും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. മാലിന്യമുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിന് സ്വന്തമായൊരു MCFന് ഒരു ഭൂമി വാങ്ങുന്നതിന് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായ ഈ പഞ്ചായത്തിൽ സ്വന്തമായൊരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരാനായിട്ട് ഈ പഞ്ചായത്തിലെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കൂടാതെ സ്വന്തമായൊരു ക്രിമിറ്റോറിയം എന്ന സ്വപ്ന പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഈ ഭരണസമിതിയുടെ കഴിവുകേടുകൾ. അതുപോലെ തന്നെ സ്ഥിരമുള്ള പദ്ധതികളല്ലാതെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഭരണസമിതിക്കുള്ളിലെ ഈ കോൺഗ്രസ് മെമ്പർമാരെ പടലപ്പിണക്കങ്ങൾ മൂലം ആണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടക്കാതിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മിനി മാസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെയുള്ള കോൺഗ്രസ് മെമ്പർമാർ തന്നെ സ്വയം പ്രസിഡൻറ്റുമാരായി ചമഞ്ഞുകൊണ്ട് പ്രസിഡൻറ്റിനെ ഉൾപ്പെടെ ഹൈജാക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ കോൺഗ്രസ് മുന്നണിക്ക് അവർക്കുള്ള മറുപടി കൊടുക്കുന്ന കാലം അടുത്തെത്തിയെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതേസമയം പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളായ കമ്മ്യൂണിറ്റി ഹാൾ, മാർക്കറ്റ്, മഹാത്മാ മൈതാനം ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങളിൽ പുറകോട്ട് പോയതായി BJP പഞ്ചായത്ത് അംഗം പ്രിയലത പ്രസാദ് പറഞ്ഞു. പഞ്ചായത്ത് ഫണ്ട് മിനിമാസ് ലൈറ്റുകൾക്കായി ചിലവഴിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും BJP അംഗം പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളാണ് ചേർപ്പ് മാർക്കറ്റും ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളും. പക്ഷേ അതിൻ്റെ മുന്നത്തെ 5 വർഷം നമ്മൾ ചിലവാക്കിയ ഫണ്ട് ഇത് കമ്മ്യൂണിറ്റി ഹാളിന് ചിലവാക്കിയാലും കഴിഞ്ഞ 5 വർഷം മുന്നേ ഞങ്ങളൊരു സത്യപ്രതിജ്ഞ മാത്രമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് യാതൊരു പരിപാടികളും ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് പല MLAമാരും ഫണ്ട് പാസ്സാക്കിയാലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഘട്ടമാണ് വന്നിട്ടുള്ളത്. അതുപോലെ പഞ്ചായത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് MCF. പല സ്ഥലങ്ങളിലും ഭൂമി
അന്വേഷിച്ച് നടന്നാലും ഇന്ന് വരെ അത് മേടിക്കാനായിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് നിരന്തരമായി പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ പുരോഗമിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പഞ്ചായത്തിൻ്റെ റോഡിന് തരുന്ന ഫണ്ട് പല മെമ്പർമാരും മിനിമാസ്റ്റ് ലൈറ്റ് വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് രൂപീകരിച്ചത്. പക്ഷേ അതിനോട് എനിക്കെന്നല്ല ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല. കാരണം പഞ്ചായത്തിൻ്റെ പല റോഡുകളും ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഈ അവസ്ഥയിൽ MLA ആയിട്ടും MP ആയിട്ടും മിനിമാസ്റ്റ് ലൈറ്റുകൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് BJPയുടെ മെമ്പർമാർ അവിടുത്തെ ജനങ്ങൾ പരാതി കൊടുത്ത് MP ഒരു ലൈറ്റിന് മിനിമാസ്റ്റ് ലൈറ്റിന് പാസ്സാക്കിയെങ്കിലും ഇവിടുത്തെ 19ാം വാർഡ് മെമ്പറുടെ എന്താ പറയുക സാമർത്ഥ്യം തന്നെ പറയാം, അതിസാമർത്ഥ്യത്തോടു കൂടി തന്നെ ആള് പഞ്ചായത്തിൽ തിക്കും തിരക്കുണ്ടാക്കി അതിനുവേണ്ടി കാര്യങ്ങൾ അവിടെ തന്നെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വെക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടാണ് ആൾ ആ മിനിമാസ്റ്റ് ലൈറ്റ് അവിടെ സ്ഥാപിച്ചത്. 8 മിനിമാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വെച്ചെങ്കിലും ആ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പക്ഷേ അതിനും കോൺഗ്രസിൻ്റെ 19ാം വാർഡ് മെമ്പർ വാശി പിടിച്ചുകൊണ്ട് അവർ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാശി പിടിക്കുകയും 19ാം വാർഡ് മെമ്പർ ആണോ എന്നറിയില്ല, അവിടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും മുന്നേ അവിടുത്തെ നാട്ടുകാരായാലും ആ ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അതിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിൽ ചേർപ്പ് പഞ്ചായത്തിൽ മുന്നണികൾ കൂടുതൽ സജീവമാകാനിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട്. ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരിച്ച് മത്സരം കഴിഞ്ഞവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും പറയാനുണ്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. വികസന നേട്ടവും വികസന മുരടിപ്പുമെല്ലാം പലരും ഉയർത്തി കാണിക്കുമ്പോൾ ഇതിലേക്കൊന്നും ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല, പറയുന്നത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് ഇവരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഭിപ്രായം എന്താണ്? ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷവും ഭരണം നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഭരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത് മാറോ മറിയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അനാസ്ഥകളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവിടുത്തെ കമ്മ്യൂണിറ്റികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ച് പലതവണയും ഫണ്ടുകൾ വന്നിട്ടുള്ളതാണെങ്കിലും അത് ചെലവാക്കാനോ അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അതിൻ്റെ വിനിമയം അതിൻ്റെ എന്താ പറയുക നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടത്തിയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ചന്തയുടെ വികസനം എത്രയോ പതിറ്റാണ്ടുകളായി പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാള് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്ര കണ്ട് വികസനങ്ങൾ നേട്ടം വന്നിരുന്നോ? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വികസന നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലേ. അതായത് ഇത് ഒരു രാഷ്ട്രീയം, ഇവർ തമ്മിൽ എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരിച്ച് മത്സരം കഴിഞ്ഞവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. അതിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ശരിയാക്കാനോ ഈ കമ്മ്യൂണിറ്റികൾ ശരിയാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ ശരിയാക്കാനോ ഇതൊന്നും സാധിക്കാതെ പോയൊരു ഇതാണ്. എത്ര വർഷമായി നിൽക്കുന്ന മാർക്കറ്റിൻ്റെ പേരിൽ ഒരു നിൽക്കുന്നു. ഇന്ന് വഴിക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ആവറേജ് ഭരണം ഇത്രയും കാലമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരണം തന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റികളായാലും
ഈ ഗ്രൗണ്ടിൻ്റെയും വികസനത്തിന് പൊതുവെ അത്ര ഒരു മുൻഗണന കൊടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം. ഇവർക്കൊക്കെ ഫണ്ട് ഇതിൽ പ്രഖ്യാപിച്ചിട്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ ഒരവസ്ഥ ശരിക്കും നടത്തേണ്ടതാണ് ശരിക്കും. പക്ഷേ ഇത്രയും നല്ലൊരു വലിയ പ്രാധാന്യത്തോടുകൂടി വന്ന ഈ കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും പ്രവർത്തനയോഗ്യമല്ലാണ്ടാണ് കിടക്കുന്നത്. ഈ ചേർപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹാളിൻ്റെ ആവശ്യം എന്തായാലും ഉള്ളതാണ്. എന്നിട്ട് പോലും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, എനിക്ക് പറയാനുള്ളത് ഞാനൊരു 10-25 കൊല്ലമായിട്ട് ഇവിടെ ടാക്സി ഓടിക്കുന്ന ആളാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ പല ഭരണസമിതികളും വന്നിട്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ, കല്യാണത്തിന് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറ്റാൻ ഒരു കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യം, അത് ഇവിടെ ഇത്രയും കാലം ആര് ഭരിച്ചിരുന്നാലും ആ സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ പല ആളുകളും സ്ത്രീകളായിരുന്നാലും കുട്ടികളായാലും വന്നിരുന്നിട്ട് പഞ്ചായത്തിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് പൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസ കൊടുത്ത് ഇത് വിജിലൻസ് കേസിലാണെന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴും അത് തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഭരണസമിതി ഇവർ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും. പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്രമാത്രമേ പറയാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തിലുള്ള ആളാണ്, മണിശ്ശേരി പഞ്ചായത്തിലാണ്. പക്ഷേ ഞാൻ ഒരു 10-35 കൊല്ലമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നതാണ്. ഇവിടെ ഒരു 4 തവണ മുന്നേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട്. അന്നും കണക്ക് തന്നെ, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതേമാതിരി തന്നെ വേണം. ഒരുപാട് കാശ് ചെലവ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റികൾ വന്നിട്ട് ഒരു വാടകയ്ക്ക് വരെ കൊടുക്കാൻ പറ്റില്ല. വോട്ട് വേണം വർഷക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടൊക്കെയാണ്. ആ മുകളിൽ ഷീറ്റ് ഒരു പുള്ളിത്തോലി കാണാനുള്ള ഷീറ്റ് ഇട്ടിട്ട് മുഴുവൻ അഴിമതി നടക്കും. അതിനെല്ലാവരും ഇവിടെ ഒന്നാണ്, 21 ആളും ഒരേമാതിരി കൈ മതി. അതിനൊരു പ്രതിപക്ഷം ഇവിടെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് വെച്ചാൽ ഒപ്പത്തിനൊപ്പം ഉണ്ട്. ഇവിടെ 10 ആളാണ് കോൺഗ്രസ് ഉള്ളൂ. ബാക്കി മുഴുവൻ എന്തുണ്ട്, ഒരു കാര്യത്തിലും ഒക്കെ അവർ ഒന്നായി. അപ്പോൾ ഒരു കാര്യം നടത്തണില്ല. ഒരു കാര്യത്തിൽ ഈ കാര്യത്തിനൊന്നും അല്ല. ഇലക്ഷൻ സമയത്തൊക്കെ വേറെയായി, ഇലക്ഷനായിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒന്നായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചേർപ്പ് പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു പുതുതായിട്ട് ഒന്നും തന്നെ എന്താ പറയുക, ചേർപ്പ് പഞ്ചായത്തിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഭരണസമിതിയാണ് സത്യത്തിൽ 45 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് പുതുക്കി പണിതത്. ആ പുതുക്കി പണിതതിന് ശേഷം ആകെ കൂടി ഇവിടെ നടത്താൻ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ 5 പരിപാടിയാണ് നടത്തിയേക്കുന്നത്. 5 പരിപാടിയിൽ 2 പരിപാടി പാർട്ടി പരിപാടികളും ബാക്കി 3 പരിപാടിയാണ് പുറത്തുള്ള പരിപാടി നടത്തിയത്. അതിനുശേഷം മഴക്കാലം വന്ന് ഇത് ചോർന്നൊലിച്ചു. അന്ന് പണിത കരാറുകാരൻ തന്നെയാണ് ഇവിടെ തുടർച്ചയായിട്ട് വീണ്ടും വർക്കുകൾ എടുക്കുന്നത്. ആ കരാറുകാരനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനോ ആളെ കരിമ്പട്ടികയിൽ പെടുത്താനോ പിന്നത്തെ ഭരണസമിതി ചെയ്തിട്ടില്ല. ആ കരാറുകാരനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് എടുത്ത് ഇപ്പോഴും നടത്തുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു അംഗനവാടി 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അംഗനവാടി പണിതെന്ന് പറഞ്ഞിട്ട് പണിത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം ഒരു വർഷമാവണേക്കാളും മുന്നിൽ ചോർന്നൊലിച്ച സംഭവമാണ് ചേർപ്പ് പഞ്ചായത്തിലുണ്ടായത്. പറഞ്ഞ് നിർത്തുന്നത് ഞങ്ങളല്ല, പറഞ്ഞു തുടങ്ങിയതും ഞങ്ങളല്ല, പറയേണ്ടത് ദാ ഇവരൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഭരണ മികവും ഭരണ നേട്ടവും എല്ലാം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഇങ്ങനെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചേർപ്പ് ഈ പ്രാവശ്യം ചൂടുപിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഉയർത്തിക്കാട്ടുവാൻ ധാരാളമുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നിർമ്മാണങ്ങൾ പാതി വഴി നിലച്ച മാർക്കറ്റും തൊട്ടടുത്ത് കിടക്കുന്ന കമ്മ്യൂണിറ്റി ഹാളുമെല്ലാം ഉയർത്തി കാണിക്കുവാൻ ധാരാളമുണ്ട്. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. എന്തായാലും ഞങ്ങളല്ല പറഞ്ഞത്, ദാ ഇവരാണ് പറഞ്ഞത്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ മറ്റൊരു പഞ്ചായത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ചേർപ്പ് ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. വിപുലമായ പരിപാടികളാണ് ശിശുദിനത്തിൽ ഒരുക്കിയത്. വൈവിധ്യമാർന്ന കലാപരിപാടികളും ശിശുദിന റാലിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. കുട്ടികളെല്ലാവരും ചാച്ചാജിയുടെ വേഷവിധാനത്തോടെയാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. സ്കൂൾ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും കുട്ടികളോട് ചേർന്ന് റാലിയിൽ അണിനിരന്നു. ശിശുദിന റാലിക്ക് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ശ്രദ്ധേയമായി. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ ശിശുദിനം ആഘോഷിച്ചു.
വിവിധ കലാപരിപാടികളോടെയാണ് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത്. ചെയർപേഴ്സൺ CNN സ്കൂൾസ് മാനേജർ അച്യുതൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അവിടെ സ്കൂളിലേക്ക് പ്രവേശനം കിട്ടാൻ നമ്മുടെ ഈ CNN ശ്രീശങ്കരയിൽ അഡ്മിഷൻ കിട്ടുന്ന പോലെ കിട്ടില്ല. അങ്ങനെ അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥാപനമാണ്. ചാച്ചാ നെഹ്റുവിന്റെ അച്ഛന്റെ പേരറിയും. ചാച്ചാടെ അച്ഛന്റെ പേര് മോട്ടിലാൽ. അഡ്മിഷൻ കിട്ടാമെന്നായപ്പോൾ മോട്ടിലാൽ പറഞ്ഞു, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് വില തരണമെന്ന് ചോദിച്ചു. ആ യൂണിവേഴ്സിറ്റി ഞാൻ വിലക്കെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നെഹ്റു അവിടെ പഠിക്കുന്നത്. പഠനമൊക്കെ കഴിഞ്ഞു. ആദ്യ പ്രധാനമന്ത്രിയായി. ആ നെഹ്റുവിന്റെ ജന്മദിനാണ് നവംബർ 14. അത് ശിശുക്കൾക്ക് വേണ്ടിയുള്ള ദിവസമായിട്ട് മാറ്റിവെച്ചത്. വിദ്യാലയ സമിതി പ്രസിഡന്റ് C. വിജയൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക VG രാഗി, വിദ്യാലയ സമിതി സെക്രട്ടറി TV ജയൻ, PTA പ്രസിഡന്റ് ഗോകുൽദാസ്, മാതൃസമിതി പ്രസിഡന്റ് ഹരിത ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇതിൽ വ്യത്യസ്തമായ തീമുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന ഫാഷൻ ഷോ ശ്രദ്ധേയമായി. CMS LP സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ അസംബ്ലി നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ വനമിത്ര അവാർഡ് ജേതാവ് ഷീബ ഐച്ചയിൽ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക ലീമോൾ, PTA പ്രസിഡന്റ് ഷാനവാസ്, MPTA പ്രസിഡന്റ് ലിയ സണ്ണി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ കിഡ്സ് ഫെസ്റ്റിൽ അരങ്ങേറി. ഡാൻസ്, പ്രിൻസ് ആൻഡ് പ്രിൻസ്, ആക്ഷൻ സോങ്, ഫാൻസി ഡ്രസ്, റെസിറ്റേഷൻ, പ്രസംഗം, ചാച്ചാജി പാട്ട് തുടങ്ങിയ പരിപാടികളാണ് അരങ്ങേറിയത്. ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിന് ആദരം. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥിയായ അനീഷിന് സ്നേഹാദരം നൽകിയത്. വിദ്യാർത്ഥികൾ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് അനീഷിനെ അദ്ദേഹത്തിന്റെ മാതൃവിദ്യാലയത്തിലേക്ക് ആനയിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലുക്ക ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KP മിനിമോൾ, PTA പ്രസിഡന്റ് MK ആനന്ദൻ, MPTA പ്രസിഡന്റ് സിജ ബൈജു, സ്റ്റാഫ് സെക്രട്ടറി AJ ജിഷ എന്നിവർ സംസാരിച്ചു. ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവച്ച അനീഷ് വിദ്യാർത്ഥികളായ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാമെന്നതിനെക്കുറിച്ച് വിവരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലയാള കാവ്യസാഹിതി ജില്ലാ ഭാരവാഹികളെ തൃശൂരിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ, സെക്രട്ടറി സുഷമ ശിവരാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭാരവാഹി പ്രഖ്യാപനം നടന്നത്. ജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റ് പൂർണത്രയി ജയപ്രകാശ് ശർമ്മ, വൈസ് പ്രസിഡന്റ്മാരായി അജിത രാജൻ, PB രമാദേവി, സെക്രട്ടറി മാലിനി ജയരാജ്, ജോയിന്റ് സെക്രട്ടറിമാരായി മീന അരവിന്ദ്, സന്ധ്യ അറക്കൽ, ട്രഷറർ ഗീത കൈപ്പറമ്പ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു.
ശിശുദിനാഘോഷത്തോടൊപ്പം നടന്ന പ്രീ പ്രൈമറി കലോത്സവവും കുരുന്നുകൾക്ക് ആവേശമായി. ഇക്കോ ബ്രിക്കുകളുടെ സൗന്ദര്യ വലയത്തിൽ സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിന് പുത്തനഴക്. ഊരകം CMS UP സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടമാണ് ഇക്കോ ബ്രിക്കുകളാൽ മനോഹരമായത്. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികയായ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.